ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോൽമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതായത് മിറാജ് നോൽമ്പല്ലായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇന്നാണ് എഡിറ്റ് ചെയ്തിട്ട് ഇന്നാണ് കേട്ടോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇന്നിപ്പോൾ അമ്മ പത്തിരിക്കുള്ള പൊടി വാട്ടാനുള്ള വെള്ളമൊക്കെ വെച്ച് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടുക്കണം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം അരിപ്പൊടി നമുക്ക് എത്രയാണോ പത്തിരി ഉണ്ടാക്കുകയെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള അരിപ്പൊടിയാണ് അമ്മ വെള്ളത്തിൽ ഇട്ട് കൊടുത്തുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതെനിക്ക് ഇന്നലെ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പം അമ്മ കുറച്ച് നേരം അടച്ച് വെച്ചുകൊള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നന്നായി ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചൂടോടെ തന്നെ നമുക്കിങ്ങനെ ഒന്ന് കുത്തി ഉടച്ചെടുക്കണം. അത് കട്ട പിടിക്കുന്നതിനാണ്. അതിന് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് നന്നായി കുഴച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കുഴക്കേണ്ട സംഭവമാണ്. ചൂടോടെ കുഴച്ചിട്ടില്ലെങ്കിൽ എന്താ പിടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൈയോടെ വേഗം ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ കോഴിമുട്ട വേവിക്കാൻ വേണ്ടി കുക്കറിലിട്ടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇന്ന് ചിക്കനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും കോഴിമുട്ട കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ തൻവി അവിടെ തേങ്ങ ചിരവണുണ്ട്. അപ്പോൾ ഞാനിന്ന് ഏതായാലും കറിയിലേക്കുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ തൊലിച്ച് റെഡിയാക്കട്ടെ വിചാരിച്ചു. ഉമ്മ അവിടെ പത്തിരിക്കുള്ള മാവ് കുഴച്ചും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. എന്നാലും എനിക്ക് ഇതുപോലുള്ള വീഡിയോ ഇനി എടുക്കാൻ തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ. ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ തൊലിക്കൽ കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ കഴുകി. അപ്പോൾ ഞാനിതാ നുറുക്കാൻ നിൽക്കണം കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ സ്ഥല സൗകര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീട് പറഞ്ഞാൽ ഞങ്ങളിരിക്കുന്നത് വാടക വീട്ടിലാണ്. വാടക വീട്ടിലേക്കാവാൻ കാരണം നമ്മൾ 10-15 വർഷം മുന്നേ നമുക്കൊരു വീടുണ്ടായിരുന്നു. അത് വിറ്റു കേട്ടോ. അത് വിൽക്കാൻ കാരണം ഇന്നെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ടാണ്. അന്ന് മുതൽ ഞങ്ങൾ വാടക വീട്ടിലാണ് കേട്ടോ. വാടക വീട്ടിലാണെങ്കിലും ഞങ്ങൾ പിന്നെ സമാധാനിക്കണം. ഇത് തന്നെ ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. അതാണ് പിന്നെ ഞങ്ങൾ സമാധാനിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് എത്ര സമാധാനിച്ചാലും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹമില്ലാത്തൊരാരും ഉണ്ടാവില്ലല്ലോ. കാരണം വാടക കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കണം കേട്ടോ. വാടക കൊടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് വാടക കൊടുക്കുന്നത്. അപ്പോൾ എത്ര ഇതാണെങ്കിലും നമ്മൾ എവിടെ ഇരിക്കണമെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹമില്ലാത്തൊരു ആരും ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഇരിക്കാനൊരു വീട് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളൊരാഗ്രഹം. അപ്പോൾ അതാ ഞാൻ വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടെ അതാ തേങ്ങയൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിനെല്ലാം ഇടാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഇന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ടോ. ഞാൻ പിന്നെയും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇരിക്കാനൊരു വീടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അതിപ്പോൾ യൂട്യൂബിലേക്ക് എല്ലാവരും ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ട് തന്നെ കാര്യം വരുന്നത്. എന്നാലും നമ്മൾ ഒരുപാട് വേദനകൾ സഹിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ലേബക്കുട്ടി ഇത് അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ പത്തിരിക്ക് മാവ് കുഴച്ചിന്ന് കുറച്ച് മാവ് എടുത്തിക്കുകയാണ് കേട്ടോ അവൾ. അപ്പോൾ നമ്മളിത് അതിൻ്റെ ഇടയിൽ തേങ്ങയിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇത് നന്നായി വാട്ടിയെടുക്കുകയാണ് കേട്ടോ അമ്മ. പറയും പോലെ അതിൽ തേങ്ങയിൽ ഉമ്മ വലിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ജീരകം, തേങ്ങ, കറിവേപ്പിൻ്റെ ഇല, അതുപോലെ വലിയ ഉള്ളി, പിന്നെ അതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് കേട്ടോ അപ്പോൾ ഇതിലിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടക്കറി വെക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വെക്കൽ. അതായത് ഒക്കെ അപ്പോഴാണ് ഞങ്ങളിതൊരു ഇത് കാണുന്നത് കേട്ടോ. ഗ്യാസ് അടുപ്പ് എപ്പോഴോ ഓഫാക്കിയിട്ടുണ്ട്. തേങ്ങ വറുക്കണതിൻ്റെ ഇടയിൽ ഒരു ഫോൺ വന്നതാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഗ്യാസ് അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് കത്തിച്ചതാണ് കേട്ടോ. എന്തായാലും അത് ഇങ്ങനെ വറുത്തെടുക്കലൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇനി ഇതാ നമ്മളെ റിച്ചുകുട്ടി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓനിതാ അവിടെ വന്നിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഓൻ്റെ ബാഗ് എവിടെയെന്ന് ചോദിച്ചാൽ ഉമ്മ വരുന്നുണ്ടാണ്. അപ്പോൾ തൻവി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ബാഗ്. സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ കളിച്ചിട്ടും. അതുപോലെ ഇന്ന് കാര്യമായിട്ട് എനിക്ക് പഠിപ്പൊന്നും സ്കൂളിൽ ഉണ്ടായിട്ടില്ല പറയുന്നുണ്ട്. ആനുവൽ ഡേയുടെ എന്തൊക്കെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഇത് അമ്മ പത്തിരി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ലൈബ് അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇതാ തേങ്ങ വറുത്തത് അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് 2 ബൗളും കൂടി ഉണ്ട് കേട്ടോ പരത്താൻ. അപ്പം ഉമ്മ ഏതായാലും ഇങ്ങനെ പരത്തുന്നതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ തൻവി ഇവിടെ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോകൾ ഇങ്ങനെ എടുത്തിടുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ പത്തിരി തവണ ചുട്ടത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവന്ന് പൊന്നിപ്പോൾ സ്കൂൾക്ക് പോയിട്ടില്ല കേട്ടോ, കാരണം അവൾക്കൊന്ന് തലവേദനിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും സ്കൂൾക്ക് പോയിട്ടില്ല. അങ്ങനെ പോണില്ല എന്നവൾ പറയലില്ല. ഇന്നിപ്പോൾ പോണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി, പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഉന്തി വിടുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. പോണില്ല എന്ന് പറയുമ്പോൾ പെയ്ക്കോ എന്ന് പറയാൻ എനിക്കൊരു സമാധാനമില്ല കേട്ടോ. അത് കാരണം എന്നാൽ പോണില്ലേ പോകണ്ടെന്ന് വെച്ചു. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ കോഴിമുട്ട വെന്തിട്ട് അവിടെ തൊലിയൊക്കെ കളഞ്ഞ് തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക് വെറുതെ നമ്മൾ അതിലേക്ക് കറിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കറി എരിവുണ്ട്. അപ്പോൾ ഞാൻ പച്ചമുളക് വറുക്കണതിൻ്റെ ഒപ്പം ഉമ്മ വറുത്തിട്ടില്ല. അപ്പം നമുക്ക് വെറുതെ അങ്ങനെ 2 പച്ചമുളക് ഇങ്ങനെ നടു കീറിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ തേങ്ങ അരച്ചത് ആദ്യം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൽ തന്നെ ഞാൻ 2 പച്ചമുളകും അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കറി അങ്ങനെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ടി അതിലേക്ക് അത് അങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലെല്ലാവർക്കും നോമ്പ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ നോമ്പറന്ന് ഭക്ഷണം കഴിച്ചു. വെള്ളം കുടിക്കണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണമുണ്ട് കേട്ടോ. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഞാനിതങ്ങനെ ചായ കുടിച്ചു. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങളെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.